ഇന്ന് കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു ചെറിയൊരു കിഴങ്ങ് ഒരു കിഴങ്ങ് ഒരു ചെറിയൊരു കിഴങ്ങ് കപ്പയാണിത്. എന്നിട്ട് അത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നിടത്ത് ഒഴിക്കണം. എന്നിട്ട് അതൊന്ന് കുറുക്കണം. അതിനുശേഷം പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ചിടുന്നു. അതിനോടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല കുറുക്കി എടുക്കണം. ഇച്ചിരി ഇതുണ്ടെങ്കിൽ ഒന്നാമലും രണ്ടാമലും എടുക്കാം. അതിനുശേഷം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പിലയോട് കടുക് വറുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ടിങ്ങനെ ക്രീമി ആയിട്ടൊരു പാൽക്കപ്പ നമുക്ക് ലഭിക്കുന്നു. അപ്പം നല്ലൊരു പാൽക്കപ്പയാണിത്. നല്ല ടേസ്റ്റിയാണ്, ക്രീമിയാണ്. ഇവിടെ ഫിഷ് കറിയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കോമ്പിനേഷൻ ഫിഷ് കറിയാണ്. വീട്ടിൽ ഇപ്പം ഉള്ള ഫിഷ് കറിയാണ്, അത് തേങ്ങ അരച്ച ഫിഷ് കറിയാണ്. അതാണ് ഞാനിപ്പം അതിൻ്റെ കൂടെ കഴിച്ചത്. സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വല്ലപ്പോഴേക്കൊരു എപ്പോഴും കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതെന്നൊക്കെ ഇല്ലേ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കിയത്. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഓക്കെ.